അനധികൃത കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ ബ്രിട്ടൻ നേരിടുന്നത് സങ്കീർണവും സാമ്പത്തികവുമായ വലിയ ബാധ്യതയുണ്ടാക്കുന്നതുമായ ഒരു പ്രതിസന്ധിയാണ്. ഈ പ്രശ്നത്തിന്റെ കാതൽ നിയമപരമായ വഴികളിലൂടെ അല്ലാതെ ബ്രിട്ടനിലേക്ക് കടന്നു വരുന്ന ആളുകളുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനയും അവരെ താമസിപ്പിക്കാനും സംരക്ഷിക്കാനും സർക്കാർ ചെലവഴിക്കുന്ന ഭീമമായ തുകയുമാണ്. അടുത്തിടെ പുറത്തു വന്നൊരു റിപ്പോർട്ട് പ്രകാരം അഭയാർത്ഥി കുടുംബങ്ങളെ ഡോക്ടറെ കാണിക്കാനായി സർക്കാർ പണം ഉപയോഗിച്ച് നടത്തുന്ന ആഡംബര ടാക്സി യാത്രകൾ ഈ പ്രതിസന്ധിയുടെ മറ്റൊരു മുഖം വെളിപ്പെടുത്തുന്നു. ഇത് പൊതുജനങ്ങളുടെ നികുതിപ്പണം എങ്ങനെയാണ് അനാവശ്യമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നതെന്നതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ്. ഒരു അഭയാർത്ഥി കുടുംബത്തെ 250 മൈലിലധികം ദൂരമുള്ള സ്ഥലത്തേക്ക് ഡോക്ടറെ കാണിക്കാൻ 6000 പൗണ്ട്, അതായത് ഏകദേശം 60,000 ഇന്ത്യൻ രൂപ മുടക്കി ടാക്സിയിൽ കൊണ്ടുപോയ സംഭവം ബ്രിട്ടീഷ് പൊതുസമൂഹത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി. കാൽമുട്ട് പരിശോധനയ്ക്ക് വേണ്ടിയാണ് ഈ യാത്ര. അഭയാർത്ഥി പദവിക്കായുള്ള അപേക്ഷ ഹോം ഓഫീസ് 2 തവണ നിരസിച്ച ഒരു കുടുംബമാണ് ഈ സേവനം ഉപയോഗിച്ചത്. ഇത് വെറും ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് അഭയാർത്ഥികളെ കൈകാര്യം ചെയ്യുന്നതിലുള്ള ബ്രിട്ടീഷ് സർക്കാരിന്റെ നിലവിലെ നയങ്ങളിലെ പോരായ്മകളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അഭയാർത്ഥികളെ താമസിപ്പിച്ചിരുന്ന ഹോട്ടലുകളിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള വൈദ്യസഹായം തേടി പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള യാത്രാ ദുരിതങ്ങൾ ഉണ്ടാകുന്നത്. പലപ്പോഴും ഒരു ഹോട്ടലിൽ നിന്ന് മറ്റൊരു ഹോട്ടലിലേക്ക് മാറുന്ന സമയത്ത് അവർ പഴയ ഡോക്ടറെ തന്നെ സമീപിക്കാൻ ഇഷ്ടപ്പെടുന്നു. പൊതുഗതാഗതം ഉപയോഗിക്കാൻ അഭയാർത്ഥികൾക്ക് അനുവാദമില്ലാത്തതിനാൽ സർക്കാർ ചെലവിൽ ടാക്സി സംവിധാനം ഉപയോഗിക്കാൻ അവർ നിർബന്ധിതരാകുന്നു. ഹോട്ടലിൽ ഓട്ടോമേറ്റഡ് ബുക്കിംഗ് സംവിധാനം വഴിയാണ് ഈ ടാക്സികൾ ബുക്ക് ചെയ്യുന്നത്. ട്രെയിനോ മറ്റ് പൊതുഗതാഗത മാർഗങ്ങളോ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ തുകയുടെ ചെറിയൊരു ഭാഗം മാത്രമേ മതിയാകുമായിരുന്നുള്ളൂ. എന്നിട്ടും പൊതുഗതാഗതം നിഷേധിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണെന്നും വ്യക്തമല്ല. ഈ ചെലവുകൾ ബ്രിട്ടീഷ് നികുതിദായകരുടെ ഭാരം വർദ്ധിപ്പിക്കുന്നു. ഒരു ചെറുകിട ടാക്സി യാത്രയ്ക്ക് 600 പൗണ്ട് ചെലവഴിക്കുന്നതിന് പകരം ആ തുക രാജ്യത്തെ ആരോഗ്യ മേഖലയിലെ മറ്റ് അത്യാവശ്യ കാര്യങ്ങൾക്കായി വിനിയോഗിക്കാൻ സാധിക്കുമായിരുന്നുവെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഈ സംഭവം പുറത്തു വന്നതോടെ ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് ഈ വിഷയത്തിൽ ഒരു അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. ടാക്സി യാത്രകളിലെ ദൂർത്ത് ഈ പ്രതിസന്ധിയുടെ ഒരു ചെറിയ ഭാരം മാത്രമാണ്. അനധികൃതമായി എത്തുന്ന അഭയാർത്ഥികളെ പാർപ്പിക്കാനും അവർക്ക് ഭക്ഷണം, വസ്ത്രം, ചികിത്സ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനും ബ്രിട്ടീഷ് സർക്കാർ പ്രതിവർഷം കോടിക്കണക്കിന് പൗണ്ടുകളാണ് ചിലവഴിക്കുന്നത്. മിക്കവാറും എല്ലാ അഭയാർത്ഥികളെയും താമസിപ്പിക്കുന്നത് ഹോട്ടലുകളിലാണ്. ഒരു ഹോട്ടലിൽ താമസിക്കുന്ന ഓരോ വ്യക്തിക്കും പ്രതിദിനം 140 പൗണ്ട് വരെ സർക്കാർ ചെലവഴിക്കുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഈ തുക ഒരു സാധാരണ ബ്രിട്ടീഷ് കുടുംബത്തിന്റെ വാടക ഇനത്തിലുള്ള ചെലവിനേക്കാൾ കൂടുതലാണ്. അഭയാർത്ഥികളെ പാർപ്പിക്കാൻ ഹോട്ടലുകൾ ഉപയോഗിക്കുന്നത് വലിയ സാമ്പത്തിക ഭാരമാണ് ഉണ്ടാക്കുന്നത്. ഈ ഹോട്ടലുകൾ നൽകുന്ന പണം ഉപയോഗിച്ച് കൂടുതൽ സ്ഥിരമായ താമസ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനെക്കുറിച്ച് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. ദേശീയ ആരോഗ്യ സേവനത്തിൽ അഭയാർത്ഥികൾക്ക് ചികിത്സ നൽകുന്നതും വലിയ ചെലവുകൾ ഉണ്ടാക്കുന്നു. ഈ ചെലവുകൾ NHSന്റെ സാമ്പത്തിക ഭാരം വർദ്ധിപ്പിക്കുകയും ബ്രിട്ടീഷ് പൗരന്മാർക്ക് ചികിത്സ ലഭിക്കുന്നതിനുള്ള കാത്തിരിപ്പ് സമയം കൂട്ടുകയും ചെയ്യുന്നു. അഭയാർത്ഥി അപേക്ഷകൾ പരിഗണിക്കുന്നതിനും അപ്പീലുകൾ തീർപ്പാക്കുന്നതിനും വലിയ നിയമപരമായ ചെലവുകളുമുണ്ട്. ഒരു കേസ് തീർപ്പാക്കാൻ വർഷങ്ങളെടുക്കും. ഈ കാലയളവിൽ കുടുംബത്തെ സംരക്ഷിക്കേണ്ടതും സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഈ സാമ്പത്തിക ബാധ്യതകൾ പൊതുജനങ്ങളിൽ കടുത്ത അതൃപ്തി ഉണ്ടാക്കുന്നു. അവരുടെ നികുതിപ്പണം ഇത്തരത്തിൽ ദൂർത്തടിക്കപ്പെടുന്നു എന്ന തോന്നൽ രാജ്യത്തെ കുടിയേറ്റ വിരുദ്ധ വികാരങ്ങൾ ആളിക്കത്തിക്കാൻ കാരണമാകുന്നുണ്ട്. അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതിന് പ്രധാന കാരണം സർക്കാർ നയങ്ങളിലെ പിഴവുകളാണ്. ചെറു ബോട്ടുകളിലും ട്രക്കുകളിലും കടന്നു വരുന്ന കുടിയേറ്റക്കാരുടെ എണ്ണം നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. ഇതിൽ ഭൂരിഭാഗം ആളുകൾക്കും ബ്രിട്ടനിൽ തുടരാൻ നിയമപരമായ അവകാശം ലഭിക്കുന്നുമില്ല. എന്നിട്ടും അവരുടെ കേസുകൾ പരിഗണിച്ച് തീർപ്പാക്കാൻ വർഷങ്ങൾ എടുക്കുന്നതിനാൽ അവർക്ക് സർക്കാർ സംരക്ഷണം നൽകേണ്ടി വരുന്നു. നിയമപരമായി ജോലി ചെയ്യാൻ അനുമതിയില്ലാതെ അഭയാർത്ഥികൾ പലരും അനധികൃതമായി ജോലി ചെയ്യുന്നുണ്ടെന്നതും ശ്രദ്ധേയമാണ്. ഇത് രാജ്യത്തെ നിയമ സംവിധാനത്തിനോടുള്ള വെല്ലുവിളിയായും കാണാം. പലപ്പോഴും ഈ അനധികൃത ജോലികൾ കുറഞ്ഞ കൂലിക്ക് ചെയ്യുന്നതിനാൽ നിയമപരമായി ജോലികൾ ചെയ്യുന്ന പൗരന്മാർക്ക് ഇതൊരു ഭീഷണിയായി മാറുന്നു. ബ്രിട്ടീഷ് സർക്കാർ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കാര്യമായ മാറ്റങ്ങൾ ഇതുവരെ ദൃശ്യമായിട്ടില്ല. അനധികൃത കുടിയേറ്റക്കാരെ റുവാണ്ടയിലേക്ക് നാടുകടത്താനുള്ള പദ്ധതി വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. ഈ പദ്ധതി നിയമപരമായ തടസ്സങ്ങൾ കാരണം പൂർണ്ണമായി നടപ്പാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുമില്ല. അഭയാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം വലിയ അനിശ്ചിതത്വത്തിലാണ് നിലനിൽക്കുന്നത്. വർഷങ്ങളോളം ബ്രിട്ടനിൽ താമസിച്ച് ജോലി ചെയ്യാനോ സ്വന്തമായി ജീവിക്കാനോ അനുവാദമില്ലാതെ ഹോട്ടൽ മുറികളിൽ ഒതുങ്ങിക്കഴിയുന്നത് മാനസികമായി വലിയ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നു. ഇത് അവരുടെ ആരോഗ്യത്തെയും ഭാവിയെയും ദോഷകരമായി ബാധിക്കുന്നു. ബ്രിട്ടനിലെ അനധികൃത അഭയാർത്ഥി പ്രശ്നം ഒരു ധാർമ്മികവും മാനുഷികവുമായ വിഷയമാണ്. അതോടൊപ്പം ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിക്കും സുരക്ഷയ്ക്കും വലിയ ഭീഷണി ഉയർത്തുന്നു. പൊതുഖജനാവിലെ ധൂർത്തും കുടിയേറ്റക്കാർക്കുമേലുള്ള നിയന്ത്രണങ്ങളിലെ പാളിച്ചകളും ഈ പ്രതിസന്ധിയെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ഈ വിഷയത്തിൽ രാഷ്ട്രീയ കക്ഷികൾക്കിടയിലും പൊതുജന മധ്യത്തിലും നടക്കുന്ന സംവാദങ്ങൾ ഭാവിയിൽ ബ്രിട്ടന്റെ കുടിയേറ്റ നയങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം.